കേരള സർക്കാരിന്റെ ഖജനാവിൽ ഇനി നയാ പൈസയില്ല. കേരളം 2000 കോടി കൂടി കടമെടുക്കും. ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് 12,000 കോടിയായി. കേരളം വീണ്ടും കടമെടുക്കുന്നു. 2000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം ജൂൺ 24 റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ഈ മാസം രണ്ടാമത്തെ തവണയാണ് കേരളം കടമെടുക്കുന്നത്. ജൂൺ 3 കേരളം 3000 കോടി കടമെടുത്തിരുന്നു. ശമ്പള പെൻഷൻ വിതരണത്തിനാണ് 3000 കോടി കടമെടുത്തത്. ഇതോടെ ജൂൺ മാസം മാത്രം കടമെടുത്തത് 5000 കോടിയാകും. ഏപ്രിൽ മാസം 3000 കോടിയും മെയ് മാസം 4000 കോടിയും കേരളം കടമെടുത്തിരുന്നു. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് അങ്ങനെ 12,000 കോടിയിലേക്ക് കുതിക്കുകയാണ്. കേരളത്തിന് ഈ ഡിസംബർ വരെ 29,529 കോടി കടമെടുക്കാം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് അന്തിമ അനുമതിയും ലഭിച്ചിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ കടമെടുക്കാൻ അനുമതി ലഭിച്ചത് 21,523 കോടി രൂപയ്ക്കായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാൾ 8,276 കോടി കൂടുതൽ ഇത്തവണ കടമെടുക്കാം. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തരോത്പാദനത്തിന്റെ 3% ഒരു വർഷം കടമെടുക്കാൻ ആകുന്നത്. ഇതനുസരിച്ച് 39,876 കോടിയാണ് കേരളത്തിന്റെ വായ്പാ പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള പ്രോത്സാഹനമായി 0.5% കൂടി അനുവദിക്കും. 6 ലക്ഷം കോടിയിലേക്ക് കുതിക്കുകയാണ് കേരളത്തിന്റെ കടബാധ്യത. പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും ബാധ്യതയാണ് കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയത്. ഇതുകൂടാതെ 2 ലക്ഷം കോടിയുടെ കുടിശ്ശികയും സർക്കാരിനുണ്ട്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രം 1 ലക്ഷം കോടിയുടെ കുടിശ്ശിക വേറെയുമുണ്ട്. ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡ്, കർഷകർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, കരാറുകാർ എന്നിവരുടെ കുടിശ്ശികയും 1 ലക്ഷം കോടി കവിഞ്ഞു കഴിഞ്ഞു.